ഇന്ന് നമുക്ക് ചക്കപ്പഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് അരിപ്പൊടി ചേർക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുവാണ്. ചക്കപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, 2 നുള്ള് ഉപ്പും കൂടെ ചേർക്കുവാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് മിക്സാക്കി എടുക്കുവാണ്. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒത്തിരി ബാറ്റർ അങ്ങ് ലൂസായി പോകരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ചക്കയിലേക്ക് ആ ഒരു ബാറ്റർ നന്നായിട്ട് പിടിച്ച് കിട്ടത്തില്ല. അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ വേണം റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മൈദ എടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിത് ചക്കപ്പഴമൊക്കെ കുരു കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിത് ചീനിച്ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. എന്നിട്ട് ഓരോ ചക്ക എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതുപോലെ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ചക്കപ്പഴത്തിന് മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. ഇപ്പോൾ നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതായത് 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പഴംപൊരി കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.